പണി ഇന്നത്തെ പണി ഫുള്ള് ഇന്ത്യ ഓളിയും പണിയാണ്. അഞ്ചല്ല ഇവര് ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഓള് ഇവിടെ പുല്ലൊക്കെ പൊടിച്ച് നിക്കണ്ട്. എന്താ പരിപാടി സിഫ്ന? കണ്ടങ്ങള് വിചാരിച്ചു പുല്ല് വെട്ടി ഇന്ന് ശരിയാക്കണത് അല്ല. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്നലെ അമ്മായി ഉമ്മയൊക്കെ ഇങ്ങോട്ട് വന്നേനി. അപ്പൊ ഷഫീഖ് പോയി, ഓൻ അവിടെ എത്തി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൻ വിളിച്ചീനി. അപ്പം അമ്മ റാത്തായി എത്തി. കുറേ കമന്റ് ആളുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ലേ. പിന്നെ അമ്മായി ഇന്നലെയൊക്കെ വന്ന ടൈമിൽ ഇപ്പ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്ന് വന്നാലും പറയണ ഒരു വർത്താനം ആനനെ പേടിയാണ്. അപ്പൊ ഇപ്പാന്റെ മരുന്ന് വാങ്ങാൻ പോയപ്പോ പറഞ്ഞേ, നിങ്ങൾ എങ്ങനെ മാനന്തവാടിയേക്ക് പോയത്? ആനല്ലേനോ ബൈക്കുമ്പോ പോയപ്പോ നിങ്ങൾക്ക് പേടില്ലേന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എത്തിനാ പേടി? ആന വന്നാലെന്താ, ഞങ്ങൾ ഇങ്ങനെ തിരിയിടും, ആനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ തിരിയിടും. അതിനെത്താ അമ്മായി മരുന്നിന്റെ എങ്ങോട്ടേലും പോയാലും പറയും ഞാൻ പോയ വഴിക്ക് ആനന്റെ ചൂര് മണം കിട്ടീനി അറിയാം. അപ്പൊ ഇന്നലെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സിഫ്ന നമുക്കൊരു പ്രാങ്ക് ഇങ്ങനെ ചെയ്താലോ? തറവാട്ടില് അനുമോണ്ടനും ഇത് അറിയട്ടോ, എല്ലാവരും ഇതൊരു ഫണ്ണായിട്ട് ഒരു രസത്തിന്റെ പുറത്ത് മാത്രം ഇത് എടുക്കുക അല്ലേ? പ്രാങ്കാണ്, രസത്തിന്റെ പുറത്തിരിക്കുക, എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യണാണ്. അനുമോണ്ടനും എല്ലാവർക്കും അറിയട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യണ വെച്ചാല് അനുമോണ്ടനും അമ്മായിനും ഓലെ പെരപ്പണിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പെരിന്ന് കുറച്ച് നേരത്തിന് മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടെ ആനപ്പിണ്ടി ഉണ്ടാക്കും. ഈ ഇലയൊക്കെ ചതച്ച് ഇതാക്കി കുറച്ച് ചാണകമൊക്കെ മിക്സ് ചെയ്തൊക്കെ ഞങ്ങൾ കാട്ടിത്തരാം. കഷ്ടപ്പാടാണ്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് പ്രാങ്കാണ്. ആ ഒരു മൈൻഡിൽ നിങ്ങൾ എടുക്കുക. അപ്പൊ ഇതേറ്റ് വേണം ആനപ്പിണ്ടി ഉണ്ടാക്കാൻ. അല്ലാക്കറിയാം ആനപ്പിണ്ടി അമ്മായി പ്രാങ്ക് ഗോൺ റോങ് അതൊക്കെ അറിയാം ഞങ്ങൾ തബ്നയിൽ കണ്ടോണ്ടു. അപ്പൊ ആനപ്പിണ്ടി ഉണ്ടാക്കി കഴിയാൻ നമുക്ക് ശരിക്ക് കാണാം. അപ്പൊ തുടങ്ങി ഞങ്ങള് ഇത് കുത്താൻ വേണ്ടി ഇത് എടുത്തേക്കണ്. കാരണം ഒന്ന് ആനന്റെ പിണ്ടിയായിട്ട് വരണ്ടേ. അപ്പൊ ഇതിങ്ങനെ ഓരോ വള്ളിയെടുത്ത് ഞങ്ങൾ ചായച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. ചായച്ച് ഏകദേശം ഇതൊക്കെ ചാക്കാലിയാണ്. ഈ ലെവൽക്ക് ആക്കണം. അതിന്റെ മേലെ ചാണകമല്ല പരിപാടിയാണ്. ഇതുവരെ ആനപ്പിണ്ടിയായിട്ട് പ്രാങ്ക് ചെയ്ത പോലെ ആരും ഉണ്ടാവില്ലേ കേരളത്തിൽ എന്ന് വിചാരിച്ചാണ്. അമ്മതി കരുകേടാ കേട്ടോ. ഒക്കെ ചായച്ചെടുക്കാനാണ്. ഒരു പ്രൊഫഷണൽ ആനപ്പിണ്ടിക്ക് വരണമെന്നുണ്ട്. അള്ളാഹ്ക്ക് അറിയാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെയ്യട്ടെ വേഗം. അങ്ങനെ ഇത്രയും പുല്ല് ഇവിടെ കുത്തി ചതച്ച് വെച്ചു. ആനപ്പിണ്ടി ഉണ്ടാക്കുമ്പോ ആനന്റെ പിണ്ടി വല്ലാതെ ദഹിച്ചൂലെന്ന് ഉമ്മ പറഞ്ഞു. ദഹിച്ചാത്ത നന്നായി, അല്ലെങ്കിൽ അത് കുടുങ്ങി പോയി. അപ്പൊ കുറച്ച് കുത്തി ചതച്ചു. ഇങ്ങനെ വല്ലാതെ അതിന്റെ മേലെ നമ്മൾ ചാണകം കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നതാണ്. ബാക്കി ഈ പ്രാങ്കിന്റെ പ്രത്യേകത, കേരളത്തിൽ ആരും ആനപ്പിണ്ടി പ്രാങ്ക് ചെയ്തിട്ടില്ല. ആനപ്പിണ്ടി ആകുമ്പോ അമ്മായി പേടിച്ചിങ്ങാണ്ട് എന്തെങ്കിലും കാട്ടോ പെരുന്നിറങ്ങി പായാവല്ലോ സമന. മോണ്ടൻ അതിനൊക്കെ ഫുള്ള് ഇതിലാണ്. അപ്പൊ ചാണകം അത്രയും പെർഫെക്റ്റ് ആക്കാൻ പറഞ്ഞിരിക്കണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ഇനി അടുത്ത പെരയിൽ പോയി കണ്ട് ചാണകം ഇരന്ന് വാങ്ങാൻ. റെഡി തെരുവിലെങ്കിൽ ആകെ പെട്ടു. കുറച്ച് ചാണകം കിട്ടിയാൽ നല്ലതേനു. ഒരു കൈക്കോട്ട് കയ്യിൽ വെച്ചേക്കണ്. ഓളെ കയ്യില് ചാണകം പോരാനില്ല പാത്രം. നമ്മളമ്മ നല്ലൊരു പാത്രം നമ്മളെ കൈകളിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താകും, ഞങ്ങള് പെരിയെന്ന് ഇറങ്ങിപ്പോയോ, അമ്മായി പെരിയെന്ന് ഇറങ്ങിപ്പോയോ കാത്തുനിന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങള് പോട്ടെ. അങ്ങനെ അവിടെ ചാണകം ഉണ്ട് ചോദിച്ചു. അവിടെ ചാണകം ഉണ്ട്, പക്ഷെ അവിടുത്തെ കാക്കാനെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ പെരിയേക്ക് വന്ന് നിൽക്കുകയാണ്. ഓള് വല്ല തടി വരിക കേട്ടോ, ഇന്നെ പറഞ്ഞേക്കാം. ഇനി ഞങ്ങൾ പോയിട്ട് ചാണകം കോരി വെച്ചും വരാം. അത് ചാണകത്തിന് പോയ ഉസാറില്ലല്ലോ സംന. ഇപ്പട്ട ചാണക ഇവിടുന്ന് വേഗം പോക, അല്ലെങ്കിൽ ഒരു ചീത്തറിവാ. അത് സാരില്ല, ഇനി അത്ര ആവാൻ കിടക്കപ്പാ. ഒരു നുള്ളു മതി, കേക്കൂല. അങ്ങനെ നമ്മൾ സാധനമൊക്കെ ബക്കറ്റിലാക്കി ചാക്കിലിട്ട് കൊണ്ടുപോവാണ്. ഇതെന്താ പറയുക, ഡിസൈൻ ചെയ്യാനാണ്. ആനപ്പിണ്ടിന്റെ ആകൃതിയിൽ വരച്ച് ഇതാക്കണം. ആനന്റെ കാൽപ്പാടും ഉണ്ടാക്കണം. എന്തൊക്കെ ടൈം വരുന്ന അറിയില്ല. മോട്ടന് പോയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ കയറാന്. അപ്പം ചാക്കിലാണ്. ഇതാണ് സാധനം, ആനപ്പിണ്ടി ആക്കാനുള്ള സാധനം ഇതാണ്. ഏത് ഭാഗത്ത് കൂടെ ഇറങ്ങി ഓടുക. അപ്പോ കേറുമ്പോ ഓടിപ്പായാലേ വയ്യ റെഡിയാക്കണം. ഒക്കെ സെറ്റ് ആക്കിക്കണം. ഞാൻ പോയാണ്ട് മിറ്റത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒക്കെ ആക്കിക്കണം. ഒറിജിനൽ ആനപ്പിണ്ടി വരും കണ്ടോണ്ടില്ലേ. അത് ഞങ്ങൾ പോട്ടെ.
അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കണ്. ഓലോട് വിളിച്ചപ്പോൾ ഓല് പെരൻ്റെ സ്ഥലത്തൊക്കെ കൊണ്ടേക്കണെന്ന് പറഞ്ഞിരിക്കണം. അള്ളാഹ് അറിയാം എന്താകുന്നു. ഞങ്ങളെ പെരൻ്റെ നേരെ താഴെയാണുള്ളത്. കയറി നോക്കട്ടെ ഏതായാലും അവിടെ ഇല്ല ഇതൊക്കെ കാര്യമൊക്കെ സെറ്റ് ചെയ്യണ്ടേ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി കോസ്റ്റ്യൂമും കാര്യമൊക്കെ മാറിയേക്കണേ. കാരണം അമ്മാതിരി ഇതേറ്റല്ലോ പരിപാടി. അപ്പം ഇവിടെ ആരുമില്ല, ശാന്തമായ വീട് അല്ലേ. മോനെന്നൊക്കെ പറഞ്ഞാൽ അതിൽ എല്ലാവരും ഇവിടുന്ന് ഒഴിച്ചെന്നിക്കണ്. ഞങ്ങളെന്താളും ഒറ്റക്കായിട്ട് പേടി. ഏകദേശം എവിടെയായിട്ട് ആനപ്പിണ്ടി വരണ്ടേ? ഒന്ന് അവിടെ ഇറങ്ങി വന്നാൽ അതിരുന്നോട്ടെ അല്ലേ? അല്ലേ എവിടെ വേണ്ടിയേ? ഒരു ആനപ്പിണ്ടി അവിടെ നിന്നോട്ടെ, ഒരു ആനപ്പിണ്ടി ഇവിടെ ഇടാ. കാരണം എന്താ പറയുക, വൃത്തിയാക്കി കൊടുക്കണ്ട, കോരാ സുഖമല്ല കൊടുത്തിടാ. അപ്പൊ അമ്മായിനെ എന്താ ആട്ടുവോ വെട്ടോ ഒന്നും അറിയില്ല. എന്താ കഥ നമ്മളിങ്ങനെ ചെയ്യുന്ന വിചാരിച്ചാണല്ലോ കേട്ടോ. അവിടെ കിടക്കണ ആനക്ക് ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ള ആനന്റെ വർത്താനം. അപ്പൊ ഒറ്റടിക്ക് ആന എയിലും വരുന്ന അമ്മായിക്കറിയാം. അമ്മായി അങ്ങനെ വിശ്വസിച്ച് നിക്കണതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആനപ്പിണ്ടി ഏകദേശം സെറ്റ് ആക്കി എടുക്കാ പരിപാടി തുടങ്ങുന്നിട്ട്. ഇവിടെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഇതാ ഇട്ടിട്ട് കാണാം. അങ്ങനെ അവിടെ ഒരു ആനപ്പിണ്ടി സെറ്റ് ആയിക്കണം. നിങ്ങൾ കണ്ടിട്ടോ പറഞ്ഞ ആനപ്പിണ്ടിന്റെ ലുക്ക് ഉണ്ടോന്നൊന്ന് പറയണം. കണ്ടോ? ഈച്ചൊക്കെ ഇപ്പൊ തന്നെ ആർക്കുണ്ട്. അപ്പൊ ആനപ്പിണ്ടിയോ? അപ്പൊ ഏകദേശം ഒരു പിണ്ടി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു പിണ്ടി അവിടെ മോട്ടുണ്ടെങ്കിൽ എന്ത് കാട്ടായിന്ന് അറിയോ? ഞങ്ങൾക്ക് ഇപ്പൊ ഈ ബൈക്ക് ഇങ്ങനെ കടത്താല്ലേ കെൽപ്പി ഞങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ വല്ല കടത്തിയാ മതിയേനി. അപ്പൊ അനു ഫസ്റ്റ് എത്തുകയാണെങ്കിൽ അനുവിനെ ഫസ്റ്റ് കയറ്റി വിട്ടിട്ട് ഈ വണ്ടി ഒന്ന് കടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ പോലെ ഏറെ വിശ്വസിച്ചു. പിന്നെ ആ ഒരു പിണ്ടി അവിടെ ഉണ്ട്. ആ കറക്റ്റ് ആനപ്പിണ്ടിന്റെ ലെവൽക്ക് ഒന്നാ മേലിയാക്കടി. ഇവിടെ വിചാരിച്ചോട്ടെ. ആ ബേസ് ഒന്ന് മറിച്ചിടണം കേട്ടോ. ആന അമ്മ ഇനെന്താ വായിച്ചു നോക്കോ. കമ്മട്ടത്തില് നമ്മള് റൗണ്ട് ഇടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മള് കാൽപ്പാട് ഉണ്ടാക്കുക. ആനന്റെ കാൽപ്പാടേ എങ്ങനെ കാൽപ്പാടൊക്കെ ആകലോ? എങ്ങനെ ആകെ തന്നെ നമ്മളെ അമ്മായി വിറ്റേക്കാ. അമ്മായി നമ്മൾ എന്ത് പറയണ അതൊക്കെ വിശ്വസിച്ചു. അപ്പൊ ഒരു പിണ്ടി ഇവിടെ ആക്കി വെച്ചിക്കണം കേട്ടോ. ഒന്ന് ഇവിടെയും ഒന്ന് തൊട്ട് താഴെ വരുമ്പോ ഇതിലേക്കാ നമ്മള് വരലടി. തൊടുകൂടി ജാനായപ്പോ ആനക്ക് ഇനി അടുത്തത് നമ്മളത് അനുവിനോട് ചോദിച്ചു നോക്കി. ഈ ബൈക്ക് വെല്ല ഒന്ന് മറിച്ചിട്ടേ ചോദിച്ചു നോക്കി. അപ്പൊ ആയിക്കോട്ടേന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെല്ല ചെരിച്ചിടണം. രണ്ടാക്കും തുടങ്ങിയാലോ? നീ ബൈക്ക് പൊന്തോന്ന് അറിയില്ല. പൊന്തണ്ട് വെല്ല കടത്തി വെച്ചാ മതി അങ്ങോട്ട്. ഞാനും വരാം. ഈ കോട്ടൊക്കെ എടുത്ത് വലിച്ചെറിയല്ലേ അങ്ങോട്ട്. പിന്നല്ലത് ടർക്കിയാന്ന് വലിച്ചെറിയേണ്ടത് തിരുമ്പിട്ടേക്കാരം. ആ തിണ്ടുമ്പോ കൂടെ നെതറിയാതി. കോട്ട് നിലത്ത് കിട്ടാളാ. ഞങ്ങൾ ഏകദേശം ഇവിടെ കൊളാക്കി വെച്ചിരിക്കണം. എന്തൊക്കെയാ വെച്ചാല് ചെറിയ പാട്ടാള് ഇതൊരു വെള്ളം ചിന്തി ഇവിടെ വെച്ചേക്കണം. ഇവിടെ ഒന്ന് മൂത്രയിച്ചാതിരി ആക്കണം. ഇവിടെ വെച്ചേക്കണേ. അവിടെ ഒരു ട്രമ്മ ആക്കിയിരിക്കണേ. ഏകദേശം ആന നിരങ്ങിയ മാതിരി കാട്ടി വെച്ചിരിക്കണം. കാരണം നമ്മളത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരാക്കി ഞങ്ങൾ തന്നെ വൃത്തിയാക്കി കൊടുക്കും പോകും കേട്ടോ. ബൈക്ക് ഇവിടെ ഉണ്ട്, കോട്ട അവിടെ ഉണ്ട്, ഒരു പാട്ട് അവിടെ ഉണ്ട്, ബേക്കിൽ വാഷ് ബേസും കാണണ്ട്. അമ്മായിക്കൊന്ന് വിളിച്ചിട്ട് പറയും മോട്ടന്റെ ഹെൽമെറ്റ് ഞങ്ങൾ വരില്ലേനി. അപ്പൊ ഹെൽമെറ്റ് വന്നിക്കണ് നിങ്ങൾ എവിടെ ഉള്ളത് എന്ന് ചോദിച്ചണം. അപ്പൊ അമ്മായി പറയും അവിടെയാണ്. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ പോകും. ഓലാ പെരസ്ഥലത്തേക്ക് പോകട്ടെ. ഞങ്ങള് ഇത് കണ്ടിട്ട് ആനപ്പിണ്ടി ഞാൻ തോന്നുന്നുണ്ട്. അള്ളാഹ്ക്ക് അറിയാട്ടോ. ഞങ്ങളിപ്പോ പെരിന്ന് ഇറങ്ങിയതേനി. അനു പറഞ്ഞ അങ്ങോട്ട്, അനുവിനോട് പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ റെഡി ആയി കിട്ടുവാന്ന്. പേജാന്റെ അടിയിലാണാവോ ഉമ്മമാരുടെ ചെരുപ്പട്ടത്. അപ്പൊ അത് മാറ്റാൻ വന്നാണ്. അല്ലാ ഇപ്പൊ ഇങ്ങനെ കണ്ട ഒരു ആന കയറിയ ഫീലൊക്കെ തോന്നുന്നുണ്ട്. എന്താ അറിയില്ല കേട്ടോ. പോയോട്ടെ. അമ്മായി മമ്മി അവിടെ സ്ഥലത്തിരിക്കാണ്. അല്ലാതെ റോഡിലൊക്കെ കടക്കണ്. എന്താ ഇവിടെ പണിക്ക് എന്താ മോണ്ട ഇങ്ങനെ സ്റ്റൈലിൽ കിടക്കാനും കുറച്ച് പുല്ലൊക്കെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഞാൻ ഇന്നലെ ഡെസ്കും എടുത്താണ്. ആ ഫുട്ബോൾ എടുത്ത് അറിയും വിചാരിച്ചിട്ടേ ഏതായാലും
അങ്ങക്ക് അറിയില്ലല്ലോ ഇവിടെ പണിയെടുത്ത് കുഴങ്ങി കുത്തിരിക്കാന്ന് അയന്നെ വെള്ളം കലക്കി കൊടുന്നീനി പാവണ്ട് മോട്ടനെ ഏതായാലും ഉമ്മമാനെ മുന്നിലിരുത്തിക്കളാടാന്നാ കേക്കൂലേ ആ സ്കൂട്ടി മുന്നില് കുട്ടികളെ ഇരിക്കണ അതിരി തന്നെ ഇരിക്ക അല്ലേ ആ മുന്നിലിരുന്നോളി ഉമ്മ ഓടിക്കാനേ ഒരു കണ്ണടി വെച്ചോ യാ ഉമ്മ പോയി വരിഞ്ഞ് അങ്ങനെ ഇരിക്കണ് ഉമ്മമാനെ മുന്നിലാക്കിയും കൊണ്ടുപോവാ ഞാൻ അങ്ങനെ നമ്മളിവിടെ എത്തിക്കണ് അമ്മായിന് മോണ്ടന് മേലെ കൂടെ വിട്ടിക്കണ് ഒരു തോട്ടത്തിൽ കൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കൂടെ താഴത്തു കൂടെ കയറല്ല പരിപാടിയിലാണ് ഇവിടെ ഇരിക്കാണ് രണ്ടാളും അമ്മായി എന്നെ അതിലെ പറഞ്ഞയച്ചിക്കണ് ഇവിടെ പെരിയിലെത്തിക്കണ് ബാങ്ക് കൊടുക്കണ്ട് ആ പെമ്മല്ല അവിടെ വെച്ച് പോയിനെ അതന്നെ മറിച്ചിട്ടാണ് വീട്ടിൽ നിന്നിട്ട് പിച്ച വിറ്റോ എന്ത് എന്താണ് എന്താണ് ഇതെന്താ എന്താണ് ഇതെന്താണ് ആനപ്പുണ്ടോ ഓ വണ്ടി കറക്കിയതാണ് ചേ എനിക്കറിയില്ല ഞാൻ ഇത് നേരച്ച് പോയതാണല്ലോ പിന്നെ അങ്ങോട്ട് പോകണ പെട്രോളൊക്കെ മണക്കണേ ഇത് നേരെ നിർത്തിക്കളാടാ വേറെ വണ്ടി ഇവിടെ കുഴിച്ചടിച്ചിട്ട് എന്താണത് ചാണകം പശു ചാണകം ഇട്ട് പോയിക്കണ് അനീഷാത്തപ്പോ മേലെ തീറ്റല് പശുവിന്റെ ഒന്നല്ലല്ലോ ഇത് ഇത് പശുവിന്റെ ഒന്നല്ല ആനപ്പിണ്ടി മാതിരിണ്ട് ഇങ്ങോട്ട് എങ്ങനെ ആന വരുന്നു നമ്മൾ പോകുമ്പോ അതൊന്നും ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. പിന്നെന്താണ് പോയേ ഞങ്ങൾ കുറച്ച് ഇതാക്കണടി ഇവിടെ നല്ല തട്ടി മറിച്ചിട്ട് ആ പാത്രമൊക്കെ നല്ല മണണ്ടല്ലോ എന്തോ ഒരു വിഷപശക ഉണ്ടല്ലോ നമ്മള് പോയപ്പോ. എന്താ ഇതെവിടെയാണ് ഈ പൈസ ഒക്കെ? ഞാൻ എപ്പോഴേ പറഞ്ഞപ്പോ എന്തോ മണക്കുണ്ടെന്ന് പോയപ്പോ ആന ഒന്ന് എന്നെ വെക്കരു മിക്കവാറും ആന വന്നിക്കണോ വണ്ടിയൊക്കെ മറിച്ചിട്ടിക്കണ വണ്ടി ഇതൊക്കെ മറിച്ചിട്ടിക്കണ് ആന്റെ ചവിട്ടാക്കണ അപ്പുറത്ത് മണക്കെടുത്ത ചോളികൾ കേട്ടോ. ആകണ അപ്പുറത്ത് ആ ഇത് ചാണകം എന്നല്ലേ ചാണകം കാണുന്നുണ്ട് ഈ ചാണകം ഇങ്ങനെ ഒന്നല്ല ശമന ആനപ്പിന്നെ അറിയില്ലേ ഇത് എന്തോ ഒപ്പിച്ചതാണ്. ആനപ്പിണ്ടാണ് ചാണകം ഒന്നും ഇങ്ങനല്ല. പിന്നെ പിന്നെ അവിടെ എന്തൊക്കെ തട്ടിട്ടിക്കണ് നല്ല മണുണ്ട്. ഞാൻ അതാ പോയപ്പോ തന്നെ പറയുന്നത് നല്ല ചൂര് മണക്കുണ്ടെന്ന്. ഉമ്മല്ല ഉമ്മക്ക് എവിടെ കണ്ടാലും ആന്റെ ചൂര് അറിയാന്ന്. ഇത് ആനപ്പിണ്ടൊന്നല്ല ഇത് പിന്നെ ഈച്ച കാക്കണ്ടേ ഈച്ചാളല്ലേ കുജുണ്ട് ഇതാക്കണേ ഇതൊക്കെ എന്താണ് മറിച്ചിട്ടിക്കണത് എന്തൊക്കെ ഇതെന്താ നോക്ക് വീടും ഞങ്ങളിവിടെ പണി കഴിഞ്ഞ് വരുവാണ്. അപ്പോഴാണ് അതാ പറഞ്ഞു കൊറേ നേരം നല്ല മണുണ്ട് നല്ല മണം. അപ്പൊ ഉമ്മ പറഞ്ഞു റബ്ബറിന്റെ ഇലയാണെന്ന്. ആ എനിക്ക് കൊറേ നേരം കിട്ടി തുടങ്ങിട്ട്. ഞാൻ അതാ പോകുമ്പോ തന്നെ ഈ കൂടെ അങ്ങനെ ആരും പോകുന്നില്ല.
വണ്ടി കാക്കണം മറച്ചിട്ടിക്കണ്. വണ്ടി വരെ എന്താ പൊട്ടണത്? സീറ്റ് സ്റ്റാൻഡ് നേരെടാ സ്റ്റാൻഡ് തിരി. പിന്നെ എന്താ കൂടെ വന്നു? ഈ ബെഞ്ചൊക്കെയാണ് ബെഞ്ചൊക്കെ ഒക്കെ മറച്ചിട്ടിക്കണല്ലോ. തന്നെ വൈരാഗ്യം അങ്ങനെ. അതാണ് ഈ വണ്ടി ഇതൊക്കെ മറച്ചിട്ടുള്ളൂ. ഇതുണ്ടാവൂല. ആരോ എന്തോ ആന്നല്ല ഒരു വണ്ടിയും വരി വന്നിട്ട് ഇഷ്ടമായില്ല. ഇങ്ങനെ കാട്ടി പോകാൻ ഇവിടെ ബെഞ്ചൊക്കെ ഇക്കോല ആര ധൈര്യമില്ലോലൊന്നും ആരുമില്ലല്ലോ. ആനപ്പിണ്ടം തന്നെ നിങ്ങളിപ്പോ യൂട്യൂബിൽ ഇടുന്ന ഇവിടെ വരുന്ന കാട്ടുന്നവർക്ക് അറിയില്ലേ? പിന്നെ അറിയില്ലേ ആരെങ്കിലും പിന്നെ അങ്ങനെ ആക്കും. ആനന്റെ കാൽപ്പാട് ഇതാകണോടെ കാൽപ്പാട് ഇതാക്കണേ കാൽപ്പാടാക്കണേ സംഭവം കാൽപ്പാടൊക്കെ നല്ല മണുണ്ട്. തോട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാവും മിക്കവാറും. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ നിക്കാൻ പറ്റൂല. അന്തിക്ക് വന്നെന്താട്ടിയ നല്ല മണുണ്ട് നല്ല മണുണ്ട് ഇതാക്കണേ. എന്നപ്പോ പറയാ ആകെ നിക്കണ ആനാന്ന്. അപ്പൊ ഞാൻ റോട്ടിൽ കൂടെ മണ്ടി ഇതിലൊക്കെ എവിടെ അവിടെ ഉണ്ടോ? ഇതെന്താന്നറിയോ? ചാണകല്ല ഇതൊക്കെ. അങ്ങനെയല്ല പിണ്ടിടുക. പിന്നെ ആനപ്പിണ്ട ഭയങ്കര മണം ഉണ്ടാവും. ഇത് മണം ഇത് പിന്നെന്താ ഇപ്പൊ ഫ്രഷ് സാധനല്ലേ? ഫ്രഷ് സാധനത്തിന് എങ്ങനെ മണം ഉണ്ടാവുക? കുറച്ച് കഴിഞ്ഞല്ലേ മണം വരിക? നിങ്ങളെപ്പോഴാ ഇവിടുന്ന് പോയത്? ഞങ്ങളിപ്പൊ നേരെ പോയിട്ടുള്ളൂ. ആരപ്പ ഇവിടെ വന്ന് ഇങ്ങനെ കാട്ടാൻ ബാങ്ങും കൊടുക്കുന്നുണ്ട്. മമ്മ ആക്കണ ആയിക്കൂടെ തരാൻ പോയിക്കണേ. എനിക്ക് നല്ല ചൂരടിച്ചിട്ടുണ്ടെന്നാ. പജ്ജല്ലടി പജ്ജിന്റെ ഇങ്ങനല്ല. പജ്ജിന്റെ ഇങ്ങനൊന്നും അല്ല. ഉമ്മ അങ്ങോട്ട് പോരും. ചക്കപ്പിട മെയിനായിട്ട് അവിടെ നിക്കണം. ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് എന്നെ ഇങ്ങോട്ട് പോര്. കുഞ്ഞുങ്ങളൊന്ന് വിടാലേ? ആ ഇവരെ വിടുക. ഇവരെ വിട്ടാ എന്താന്നറിയില്ലല്ലോ. ആന അകത്തേക്കൊന്നും ആന കയറൂലല്ലോ. ആ വലിയ വാർപ്പിന്റെ വരെ ഒരു ആന തച്ച് പൊളിച്ചിട്ടുണ്ട്. എന്നിട്ടല്ലേ ഇപ്പൊ ഈ കുറ്റിപ്പേര. ആ നാട്ടുകാർ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒത്തിരിക്കാണല്ലോ ആന വരുന്നേ. അയില വന്ന പാടില്ല. അയില വന്ന പാടില്ല. അവിടെ മൂന്ന് ചവിട്ടും. അവിടെ ഒന്നും പതി ഉണ്ടാവില്ല. ആക്കിയേ ആന അവിടെയൊക്കെ പാറിപ്പോയോ? പതി ഉണ്ടാവില്ല. മമ്മ അവിടെ ചെമ്മലല്ലേ? അവിടെ എങ്ങനെ പതി ഉണ്ടാവുക? നോക്കി ഇറങ്ങി കൊഞ്ഞാളെ നിക്കണ്ട. ഇമ്മക്ക് ആന അമ്മൂട്ടിക്ക് ആനാന്ന് പറഞ്ഞാ തോന്നും. ആന വന്ന ഈ പിലായിന്റെ കൊമ്പൊന്നും ഇവിടെ നിൽക്കൂല. കാൽപ്പാട് ഒന്നും കാട്ടാല്ലേ പോയിനെ. ഇതിലൊന്നും ഞാൻ വന്നിട്ടില്ല. ഇവിടെ 3 ചവിട്ട്. പിന്നെ ആന അയിമ്മക്കൂടെ വന്നാണ് മമ്മ. അടുക്കള ഭാഗത്ത് നാളെ വന്നീനി ആന. ആണോ? അടുക്കള ഭാഗത്ത് വന്ന അതിൽ ഒപ്പടക്ക് പോയി അടുത്ത മതിലൊക്കെ പോയി. അത് പണ്ട് ഈ കുന്നോ കൂടെ ആണല്ലോ പോയത്. ഇങ്ങനെ അതന്നെ പറഞ്ഞത്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഇനി പുള്ളി വരും. മിക്കവാറും ഇവിടെ എവിടെയും കണ്ടു പറഞ്ഞിട്ട്. എനിക്ക് നല്ല മണം മണം. നിങ്ങൾക്ക് ആർക്കും മണല്ല? മൂക്കില്ല നിങ്ങൾക്ക്? എനിക്ക് നല്ല അണപ്പിണ്ട മണക്കുണ്ട്. നല്ല മണുണ്ട് ഇവിടെ. വാ പുറത്തേക്ക് വാ. നല്ല മണം മണക്കുണ്ട്. പണ്ടാടം കഴിഞ്ഞിട്ട് ഇത്രയും നേരല്ലേ നമ്മൾ പോണ ഒരു കുഴപ്പമില്ലല്ലോ. വീടെടുത്താണ്ട് അയച്ചെടുക്കാണോ? ആ തന്നെ ചോറ് എടുത്തളിയമ്മ. കുറച്ച് മതി. ആരാണ്? ഹലോ
വിളിക്കാം. ഹലോ ഇതെന്താ വിളിച്ചടാ? എങ്ങനെ എവിടെ ഉപ്പടെ? ഞങ്ങളിപ്പോ ഞങ്ങളെ പെരണ്ടാനോട് വന്നപ്പോ ഇവിടെ ആക്കുന്ന എന്തൊക്കെ ആനപ്പണ്ടി വണ്ടിയൊക്കെ മറിച്ചിട്ട് ഞങ്ങള് ഇവിടെ വണ്ടിയൊക്കെ മറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നമ്മളെ പേരിന്റെ മുറ്റത്തേ ഉപ്പടത്തിയോ? ആണോ? ഇപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ പേരനോട് വന്നപ്പോ ഇവിടെ ആനപ്പിണ്ടുണ്ട്, ബൈക്കോ ചേച്ചിക്കാണ്, ബൈക്കും ബെഞ്ചും മറിച്ചിട്ടേക്കാണ്, ഇവിടൊക്കെ മറിച്ചിട്ടിക്കണ്. താഴത്തേക്ക് ഇറങ്ങിക്കോളല്ലോ, അതാ നമ്മ കൂടെ പോയിക്കോണേ. അന്നും ഇല്ല തന്നെ കാലം വന്നക്ക ഓളൊരു മരക്കാട്ടി നോക്ക ചോറുന്ന് ലേസം കൂട്ടാന്നുണ്ടാക്കി ചോറുന്ന്. അല്ല മോണ്ട എവിടെ ചോദിച്ചോക്ക കറക്റ്റ്. പിന്നെ ആന പിന്നെ എന്റെ ഉള്ളിൽ കയറൂലേ? മറ്റേ ഇവിടുത്തെ അരിക്കൊമ്പനൊക്കെ എന്താ പേരെ പൊളിച്ചിട്ടാണ്ട് ഇതെടുത്താണ് പോയിക്കോണേ. പെരീകൂരി പാപ്പാനോട് പോവാ, അങ്ങോട്ട് പോവാ. പിന്നെ കോഴിക്കോട് പൊന്നിച്ചാ പോരാ മയ്യേ. അത് ഇനി തിരിച്ച് ഈ ഭാഗത്തൂടെ വരും. മെയിൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം? മണ്ടാനും കൂടി വെക്കൂലോ ഉമ്മക്ക് പറയുന്ന കേട്ടോ. ആ പൊന്നാര അമ്മായി ഒരു തള്ളിനല്ലേ പേരുള്ളു. അവിടെ പറ്റിയാലൊന്നുമില്ല. ഞാൻ മാൽമാനോട് ചോദിച്ചോട്ടെ. രാധനയും മാൽമത്താതാനൊക്കെ വിളിച്ചു നോക്കണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ. വണ്ടിയൊക്കെ ആനക്കെടുത്ത് അറിയാനല്ലോ. ആനങ്ങനെ ദയിച്ചാറപ്പിടും. ആനപ്പിണ്ടി ഇങ്ങനെയൊക്കെ തന്നെ തോന്നണം എന്റെ ഇതില്. എനിക്ക് ആനപ്പിണ്ട് അങ്ങനെ തോന്നുന്നില്ല. ആനപ്പിണ്ടാണെങ്കിൽ മണത്തിട്ട് നമ്മളിവിടെ നിക്കൂല. ഹലോ ഇന്നെ വിളിച്ചു, ഇന്നിപ്പോ മുന്നേ വിളിച്ചു. എവിടെയാണ് ഉപ്പടെ? ഞമ്മക്ക് എന്തൊരു ബ്ലോഗ് ഇടാം. ആനറങ്ങി ഞങ്ങളെ പേരന്റെ മുറ്റത്ത് ഇവിടെ ആനപ്പിണ്ടൊക്കെ ഇവിടെ വണ്ടിയൊക്കെ മറിച്ചിട്ട്. ആയിക്കോട്ടെ പഞ്ചായത്ത് കയറി കൊടുക്കണം. ഇവിടെ എത്തിക്കണേ. ഞാൻ മുന്നേ വിളിച്ചോക്കട്ടെ. ഇതെന്താ പറഞ്ഞത്? പശുവിന്റെ ചാനകല്ലേ? ഞാൻ അനീഷാത്ത എന്റെ ഓടെന്തെങ്കിലും പൊട്ടിക്ക് നോക്കുമ്പോ ഓടോളം പൊട്ടിയിരുന്നു. പേരും തട്ടി കടി മാലിന് വരാരും വിളിച്ചത്. ഞാൻ കാഴ്ച അഞ്ഞിക്കൂടെ പോയിട്ട് ഞാൻ അവിടെയും കൂടി കൊഞ്ഞാണ് തോണ്ടലാക്കിയോ ദൊച്ചയും പുളിയിട്ടേലും ആട്ടെ നമ്മക്ക് ആനന് എത്ര ആളില്ലേ. ഞാൻ CCTV വെച്ചോണ്ടി ആനോ മോണ്ടാ. അല്ല അല്ല ആന അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ കാട്ടിയെന്ന് അറിയാലോ. നിങ്ങൾ ഈ കാറ്റിന് മനുഷ്യന്മാരോട് പറയും. പിന്നെ നമ്മളോ പേടിച്ചു, ഞോലും പേടിച്ചണ്ടേ. ഇവിടെ ആന ഇവിടെ ഒരു ചങ്ങായിയുടെ ഒന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ പൊളിഞ്ഞു കഴിഞ്ഞു. കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ട് കണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് അടയാളല്ലേ? ഒരു മനുഷ്യന്മാരറിയണ്ടേ? മോണ്ടാ ഫോറസ്റ്റിന്റെ നമ്പർ കിട്ടൂലേ? അയക്കത് വിട്ടു കൊടുത്തോക്ക്. ആനപ്പിണ്ടാണത് അനീഷാത്താന്റെ പശുവാന്ന് നോക്കാലോ. ഉപ്പടെ കണ്ടിക്കണല്ലേ പൊളിച്ച്. പിന്നെന്താ ഇനി പശുവാണോ നോക്കാൻ? ഈ ചാള അങ്ങനെ ആർക്കുണ്ട്. മുന്നോട്ട് വരാന്നല്ലേ പറഞ്ഞേ?
മുടിയാക്കുവരെന്ന് വിളിച്ചാ. ആര് വന്നാലും എന്താ ആര് വന്നാലും ഇവിടെ മനുഷ്യന്മാരറിയണ്ടേ? പിന്നെന്താ? വീടെടുത്ത മോണ്ടാ ദാന ഇറങ്ങിയ നേരത്തെ ആന മുറ്റത്ത് ഇവിടെ പിണ്ടിട്ട് വെച്ചിക്കണ ഒരാൾ മുറ്റത്തൊന്ന് ചോറുന്ന എന്താ അമ്മ മീനൊക്കെ പറയണ്ടേ? ജംഷായിക്കല്ലേ പേരിയില്ലേ അളിയാക്കാക്കൊന്ന് വിളിച്ചു നോക്ക്. നിങ്ങളവിടെ ഒരു വട്ടം വന്നാലേ ആദൂനെ കൊണ്ടുവന്ന നന്നായി. നൈസറിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ആനന്ന്. വല്ല പൈച്ചിനെ തിന്നോളി പായ ഇവിടുന്ന്. എന്തെങ്കിലും തിന്നിട്ട് തിന്നമ്മ. കോഴിക്കൂടെ അങ്ങനെ കൊണ്ടോവാ. ഓ പിന്നെ കോഴിനെ തരിയാ നിക്കല്ലേ ഇപ്പൊ. ഇന്ന് വന്ന് വരൂലേ മൂട്ട? അല്ല പിന്നെ മിക്കവാറും വരുവാക്കിയാലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഇട്ടളാ. എന്തേലും വേണ്ടേ? കണ്ടിട്ടില്ലാക്കല്ലേ ആനൊന്നു ഗൈസ്. ആനൊന്നാണ്ടാക്കണപ്പോഴൊക്കെ ഇതാക്കി പോയിക്കണ്. ഈ പശുവിന്റെ ചാണകം എങ്ങനെ അതന്നെ ആനന്റെ കറുത്ത് കാൽപ്പാടുണ്ട്. അങ്ങോട്ട് പോരിട്ടാനോ? അങ്ങോട്ട് പോരിട്ടോ വേണ്ട. നാളെ നിക്കാൻ നിക്കണ. അധികമൊക്കെ പെരയും പൊളിച്ച് കേറും. എന്താ കാട്ടുക? ഒന്നും കാട്ടാറില്ല. എന്തോ ഭാഗ്യത്തിനൊന്നും കാട്ടിയിട്ടില്ല. മത ഇളകിയ ആനല്ല എന്തായാലും. മത ഇളകിക്കണ ഇപ്പൊ ആകെ പൊളിച്ചു പോയി. ആകെ ഒരു പേരുണ്ടാവും പാടെ ആന തള്ളിട്ട് പോയിക്കണെങ്കി. ഇത് ചിലപ്പോ ഈ കൂടെ നടന്നപ്പോ തട്ടി പൂണാക്കിയ ഇത് വണ്ടി പൊട്ടിക്കണത്. പൊട്ടിയിടൊന്നുമല്ല. പഠിച്ചോൻ കാത്തതാട്ടോ. കീറിക്കണല്ലോ. എവിടെ ഷീറ്റൊക്കെ ആകണ കീറിക്കണ്. ഇതൊക്കെ രണ്ട് പുലിക്കന്നുള്ളേനിട്ടോ. നിങ്ങളും പാടെ പണിയിട്ടല്ലേ. ഇവിടെ ഉണ്ട് എന്റെ സാറായി. അത് മറച്ചിട്ടാവൂലമ്മ. നടന്നതാക്കിയാരാം. തട്ടി വീണാക്കിയാരാം വണ്ടി. മറച്ചിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും വണ്ടിയൊന്നും ഇങ്ങനെ വെക്കൂല. പൊളിയും വണ്ടി. ആ കുന്നുമ്മക്ക് കേറിക്കണം. അത് അവിടെ നിന്ന് ഇറങ്ങുമ്പത്തിനാണ് പോര്. ഇങ്ങോട്ട് പോരും മമ്മ. മമ്മ കളക എന്താണ് കാട്ടിന്? മമ്മ കരയാണ്. ഇമ്മമ്മ ചിരിച്ചു വന്നിട്ട് കുത്തി എന്നിട്ട് ഞങ്ങൾക്കൊന്നും എടുക്കാനൊന്നുമില്ല. നമുക്ക് പോകും സമ്മതിച്ച് പായാനൊന്നും കഴിച്ചില്ല. ഒരേ കണക്കിന് ചപ്പും ചാടൊക്കെ പാടാ. വലിയ കട്ടപ്പം ചുട്ടേച്ചമാക്കി അങ്ങനെയൊക്കെ കൽത്തപ്പം ചുട്ട മൈക്കോ. പിന്നെ ആനപ്പിണ്ടി. പിന്നെ ആന്റെ ഉറക്കി വെച്ച് കണ്ടിരിക്കാരോ. ഇത് പിന്നെന്താ? അത് ആന്റെ പിണ്ടങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കാരോ. ചപ്പൊക്കെ ഇരിക്കാരോ. ആര് പണിയാണാവും. പോണേ പോവാ. ആ നീ പജ്ജിന്റെ ചാണകം എങ്ങനെ? നിനക്ക് ഞങ്ങൾ ഉപ്പട പോയോടെന്നാ. ഉപ്പട ഉണ്ട് പറഞ്ഞേ. അവിടെ ചെലപ്പോ അവിടുന്ന് പോലെ പടക്കൊക്കെ പൊടിച്ചാണ്ട് ആട്ടുമ്പോ ചെലപ്പോ ഇങ്ങോട്ടാക്കിയാലോ വരിക. ഇമ്മ ആനപ്പിണ്ടി ഞാൻ അങ്ങനെ ആനപ്പിണ്ടി ഇതല്ല അതല്ല. ഇമ്മ നിക്ക് അല്ല. ഞങ്ങള് ഉപ്പട അങ്ങോട്ട് പോയോക്കട്ടെ. മമ്മ ഞങ്ങൾ ഉപ്പട അങ്ങോട്ട് പോയോക്കട്ടെ. ഞങ്ങളെ കുന്നുമ്മ പോയോക്കട്ടെ. അവിടുന്ന് ചെലപ്പോ പടക്കം പൊടിച്ചാണ്ട് ആട്ടുമ്പോ ചെലപ്പോ ഈ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പല്ലും കാടി കുത്തിരിക്കാൻ ഇവിടെ ഒന്നൊരു കാര്യല്ലമ്മ. നേരെ ഷംനന്റെ പെരി പോയിക്കോ. അവിടെ പോയിക്കോ. പോണ വജ്ജിലുണ്ടാവില്ല. എന്തായാലും ഇവിടെ ഇങ്ങോട്ട് വരും. ഈ പെര പൊളിച്ചിട്ട് പോവുക. അപ്പൊ വരുമ്പോഴല്ലേ നല്ല എന്തേ പോര്. ചായ ഒക്കെ കുടിച്ചാ വാ. മുണ്ട വേഗം ചായ കുടിച്ചു വേഗം പോയോക്കാം. ഇവിടെ പോയോട്ടെ. ഷംന ഉള്ളുക്കോ വാ. വ്ളോഗ് വൈൻ്റെ പാകട്ടെ വാ. എടി ഉപ്പട ആന ഇറങ്ങി. പിന്നെന്താണ്? ആ ഉപ്പട ആന കണ്ടൂന്ന്. അതല്ല ഇപ്പൊ സാലും മുന്നേ എല്ലാരും വിളിച്ചേ. നാട്ടില് ആരല്ലേ മുന്നേ അവിടുന്ന് വണ്ടി മേക്കരേ അങ്ങോട്ട് പോരാന്നല്ല പറഞ്ഞേ. അക്കുറ അവിടെ ഇങ്ങനെ നോക്കി കുത്തിരിക്കാണ്. ആന ഇറങ്ങിക്കണെന്ന് വിളിച്ചറിഞ്ഞ ഒരു മനുഷ്യന്മാരും വരൂല. ആന വരെയാണെങ്കിൽ ഉള്ളിൽ കാര്യല്ലല്ലോ.
ഒച്ചെന്നെങ്ങാനും കണ്ട് ആന വെങ്ങാനും ഇതായിട്ടുണ്ടെങ്കിൽ എന്താ വേറൊരു പേരുണ്ടെങ്കിൽ കുഴപ്പല്ലേ. ഇങ്ങോട്ട് ഇരിക്കും ഞാൻ അനു ലൈറ്റൊക്കെ ഓഫാക്കി കളി. ലൈറ്റൊക്കെ പാട്ടിന്റെ അടി ഒളിച്ചിട്ടല്ലേ. അയറ്റാള് ചൂര് പിടിച്ചും. ആന ചൂര് പിടിച്ചും. മനുഷ്യന്മാരെ ചൂര് പെട്ടെന്ന് കിട്ടും ആനകൾക്ക്. കട്ടിലടിയിലൊന്നും വിളിച്ചെന്നൊരു കാര്യമല്ല. കുത്തി പൊളിച്ചാണ്ട് വരും, വലിച്ചാണ്ട് കൊണ്ടുപോകും. എങ്ങനെ ഓർഡർ കൊടുത്താൽ മാതിരിക്കാണല്ലത്. വല്ല സാധനം ഓർഡർ ചെയ്താൽ മാതിരിക്കും. ആളില്ലാത്ത ടൈമിലോ അപ്പൊ ആളില്ല വന്നാ മതി. ആന ഇങ്ങനെ ഓളിയാട്ടും. ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കദീസുമാരുടെ പെരീക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓളിയാട്ടും മുന്നേ ഇവരൊക്കെ ഒത്തുങ്ങാണ്ട് കുതിരയേക്കാൾ എല്ലാ വകുപ്പോടെ ഉണ്ട്. അങ്ങനെ കുതിരയൊക്കെ ഇജ്ജേന് പോത്താണ്. പിന്നെ ഞാൻ എന്താ വണ്ടി എനിക്ക് ഞാനാ വണ്ടി കഴിയൂല. അത് കണ്ട അന്നതൊന്നും എനിക്ക് മനസ്സിലായി ആനപ്പുണ്ടല്ലാന്ന്. ഉമ്മ പറഞ്ഞോട്ടെ. ഇവിടെ ആന കാലുമ പിടിച്ച് തൂക്കി വെക്കുമ്പോ ആനയാണ് ചോദിച്ചു. അല്ലേലും ആനപ്പിണ്ടല്ല. ആനപ്പിണ്ടാണെങ്കിൽ മണത്തിട്ട് വെക്കൂല. ഇമ്മ ഫ്രഷ് ആനപ്പിണ്ട എങ്ങനെ മണക്കുക? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മണക്കോ അതോ കൊറച്ച് കഴിഞ്ഞിട്ടാ മണക്കുക? ഞങ്ങളുണ്ടായി പോരിട്ടോ. അമ്മ ചാടി ആ വണ്ടിക്ക് ഞാൻ കഴിയൂല. അല്ലാതെ ഏത് വണ്ടി കഴിയില്ല. ആ വണ്ടി ഞാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ കുഴപ്പം. ചാടിച്ചു മോണ്ട ചാടിച്ചു വേഗം പോകാം. കുഴപ്പമില്ല. ഞാൻ വിശ്വസിച്ചില്ല. വിശ്വസിച്ചണ്ട. അവിടെ കുത്തിരുന്നു ആന വരുമ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങള് ചാടിച്ചിട്ട് എല്ലാരും വിളിച്ചു. അമ്മായി ഉണ്ട്. അമ്മായി പോരുണ്ടോ? ഞങ്ങളുമില്ല. അമ്മാന്റെ ഒപ്പം പോവാ. ഞങ്ങള് പോരി. ഞാൻ ഇവിടെ ആനയാണെങ്കിലൊക്കെ ഞങ്ങൾ പോന്നു. ഇത് ആനയല്ല, ആദ്യമല്ല. അതെന്തോ ഒരു ഒപ്പിച്ചിട്ട് എന്തോ ഒരു വേല പേര് രണ്ടാളും ഒപ്പിച്ച് വെച്ചിട്ട് വന്ന് കാണുന്നു. ഞങ്ങൾ രണ്ടാളും നിങ്ങളപ്പോ അവിടെ പദ്ധതി എന്ന പോലെ ഒപ്പിച്ച് വെച്ച് ഒരു ഇവിടെ വന്ന് ചെയ്ത് പോയതാണ്. കജോണ് ഇങ്ങനെ വരച്ച ആന കസ്ന്ന് വീണിട്ടൊന്നുമില്ലല്ലോ. അതിലെ ആന ഇല പോയാലും ഞാൻ ഒന്നും പഠിച്ചില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആന കാട്ടിലുണ്ട്. ഇതിലൊക്കെ വരവുണ്ട്. മണം ഇങ്ങനെ രാവിലെ തൊട്ട് കേൾക്കണ്ട. പോയപ്പോഴൊക്കെ മണക്കുന്നുണ്ടോ? ആർക്കും മണക്കില്ല. പിന്നെ ഞങ്ങൾക്കറിയില്ല കേട്ടോ. ആനപ്പിണ്ടി എന്തോ ഒരു വർഷക്ക് പോലെ ഒപ്പിച്ച് വെച്ചു. ഇവിടെ ആന ഇറങ്ങിയിട്ട് നിങ്ങൾ ആർത്തിട്ട് ഇവിടെ ഒരു മനുഷ്യന്മാര് ബാക്കി ഉണ്ടാവില്ല. ആന വണ്ടി വരുമോ പറഞ്ഞിട്ട് ഞാൻ അറിയാലോ നിങ്ങളെ. ഇച്ചതല്ല നിങ്ങളൊക്കെ ഇരിക്കണ്. ഞാൻ ഒറ്റക്ക് വാങ്ങിട്ട് അങ്ങോട്ട് പോനെ ഇത് പാളി ഓടിപ്പോ. ഞാൻ ഇല്ലമ്മ വെച്ചതൊന്നും അറിയില്ല. ഞങ്ങളല്ല ഞങ്ങൾ ഇവിടുന്ന് പലപ്പോ ഞങ്ങളാണ് പോയത്. ചായ എനിക്ക് അങ്ങനെ പേടിയല്ലേ. അപ്പൊ ഇന്നെ പേടിപ്പിച്ചാ മണ്ടി ബല മുന്നേ ഒക്കെ പാടെ ഒത്തതാ. മുന്നേ വിളിച്ചിട്ട് മുന്നേ വണ്ടിമല്ലേ. പിന്നെ രാവു പാലും മുന്നേ വണ്ടിയിലല്ലേ. മുന്നേ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരണ്ടേ വണ്ടിമേ. ആന ഒന്നാണ്ട് കൊണ്ടേക്കോട്ടെ. അപ്പൊ ഞങ്ങളവിടെ അല്ലേ. അപ്പൊ നഴ്സറി പോയി സുമ ടീച്ചറായിട്ട് ആധാറിന്റെ ലിങ്ക് ഒക്കെ എടുത്തിട്ട് വരിക. ഇവിടെ ഞങ്ങള് പിണ്ടുണ്ടാക്കാൻ നിക്കാണല്ലോ. വളം മഴ ഞങ്ങക്ക് സൗണ്ട് ബോക്സോ ബ്ലൂടൂത്ത് കണക്ട് ആക്കിട്ട് ആനന്റെ സൗണ്ട് ബോക്സ് ഇല്ലേ? ഓൾറെഡി ഇല്ല. സ്പീക്കർ ലൊക്കെ കിടന്നു. മോഡല് ഫോണിൽ ഇഷ്ടപ്പെടാ ഒച്ചുണ്ടാവും. മൊബൈലത്തെ സൗണ്ട് കുറവാക്കിയാലോ. സൗണ്ട് ബോക്സ് ഇല്ലേ? ഉണ്ട്. കംപ്ലൈന്റ് ആണ്. ഞാനിപ്പിന്റെ എല്ലാ കുറച്ച് എന്തൊക്കെയാ കച്ചി ഇറച്ചിങ്ങാണ്ട് എന്നത്തെ പണി വെച്ചാറാണ്. കള്ള ഒരു ചങ്ങായി വന്നിട്ട് പറയാ ഇവിടെ ആലൊരു മണ്ടിയിൽ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. പറഞ്ഞാലല്ലോ അറിയാ. നേരെ അറിയുള്ളൂ. ഇവിടെ സ്വകാര്യമായിട്ട് മുന്നത്താണ് വിളിച്ചിരിക്കണത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കും. ഒന്ന് വിളിച്ച കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് കാട്ടീന് ബാനിക്കേരി പറഞ്ഞ് ആന വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്താ അവിടെ നല്ല നാളെ കിട്ടിയില്ലേ? ഇപ്പൊ അപ്പൊ ഞങ്ങൾ ഇവിടെ പോയതോട് പോയി ആനോടെ കൊണ്ട് വെച്ചിട്ട് വണ്ടിയും ഇവിടെ ആളെ മുക്കി ഇവിടെ വന്നപ്പോ കര ആളുകൊണ്ട്
ഞാൻ കയറൂല ആ വണ്ടിയില്. അക്കുറതാക്കാനൊന്ന് വിളിച്ചാൻ അയക്കാനോ എന്നാ വിളിച്ചോടെ ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് അപ്പൊ അറിയാലോ. ഉമ്മ ചായ കുടിച്ച് കഴിയാൻ ഞാൻ കൂടി കഴിഞ്ഞാ ഞാൻ ഇവിടുന്ന് എന്താണെന്ന് അറിയില്ല. ആനയാണല്ലേ ഇതിപ്പോ രാത്രി ഇവിടെ കടന്നു ഇവര് കാട്ടിയാണ് ഇവരെ എങ്ങനെ വിടാൻ പറ്റൂല ഇമാതിരി പരിപാടിയെ കാട്ടി. ഞങ്ങള് ഇവിടെ മണ്ഡപം അങ്ങോട്ട് പോയിക്കാണ്. ആനപ്പിന്റെ മണക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിന്. പുല്ലട്ടിന്റെ അടിയത്തെ വാരി പോന്ന അന്ന് ശരിക്ക് തോന്നുന്ന പുല്ലട്ടിയാണെന്ന് മണത്ത് നോക്കി ഉമ്മാക്ക് ആന്റെ ചൂരെന്ന് അറിയില്ല. ഇന്നാളെ ഞങ്ങള് പന്നി ഫാമിന്റെ ഇവിടെ പോയപ്പോണ്ട് ആന ഉണ്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലത്തും ആനയാണ്. അതല്ല ആൾക്കാരോടൊന്ന് പറയാൻ ഇത് കണ്ടോലും ഇരുന്നോലെ കേട്ടോലും ഉണ്ടാവൂലേ. അന്തിക്ക് കടന്നിറങ്ങണ്ട ഇവിടെ. മറ്റേ ആയിക്കോടെ കുടുക്കയില് അത് ഫോറസ്റ്റും പാടല്ല ഡബറും തോട്ടാണ്. എന്നിട്ട് അവിടെ ആന്റെ ചൂര് കിട്ടിയത് അപ്പുറത്ത് ഇതാണ് പശുവിന്റെ ഇതാണ് ശരിയാണ് തൊയ്ത്ത് പശുവിന്റെ തൊയ്ത്ത്. ആനപ്പിന്റെ ഏതാ അറിയാത്ത ചേച്ചിയൊക്കെ ആനായതുകൊണ്ട് ഇന്നൊന്നുമില്ല എന്തായാലും നീങ്ങി. അക്കുറതാക്കാന്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചോളാ. കൊയങ്ങൂല പോയിങ്ങാണ്ട് ഒറ്റ കോഴികളെ കൊഞ്ഞാണ് കേട്ടോ. ഉമ്മക്ക് നല്ല പേടിയുണ്ട്. പോയിക്കോട്ടെ പോയി ചോദിച്ചോട്ടെ. പോന്നാണി ഓല് പറ്റിച്ചാട്ടേക്കാരോ പേടിച്ചിട്ടാ ഈ വായ ഒന്നും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ കേട്ടണ്ട. ആന ഓൽക്കോട്ട് വന്നിട്ടില്ല. ആന വായണല്ലേ തിന്നല്. ആന എല്ലാം തന്നു. എന്നാ ഈ ഇരുമ്പെടുത്ത് നിന്നോട്ടെ. വണ്ടി മറച്ചു വെച്ചു. സത്യത്തിൽ പേടിച്ചിക്കണേ പോരിണ്ടാ ഉമ്മാനെ പിന്നെ മീൻ പൊട്ടിട്ടു. അറിയാണേ ഇങ്ങോട്ട് പോന്നാ നിങ്ങള് പറയട്ടെ. ഓല് ഒപ്പിച്ചല്ലാന്ന് ഞങ്ങളിപ്പിച്ചല്ല ഞങ്ങൾ പറഞ്ഞല്ലോ. മമ്മ നല്ലോണം പേടിച്ചേ. അവിടെ ചെന്നോ അങ്ങനെ ചെലപ്പോ അവിടെ ഉണ്ട് നീ മമ്മ എന്താ ഇട്ടുക. ഇങ്ങോട്ട് വാ മമ്മ ഇങ്ങോട്ട് പോരി. ഞാൻ അവിടെ പോയി കൊഞ്ഞാടാ നിക്കണ. ഇങ്ങോട്ട് പോരി. ആരെ ഒപ്പിച്ച ഇങ്ങോട്ട് വന്നാണി ഇവിടെ ആർക്ക് ഞാൻ അവിടെ ചെന്നിട്ട് മമ്മാക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ഉണ്ടാവും. ഇങ്ങോട്ട് വാ. ആൾക്കാരോട് പറയാം ഇങ്ങോട്ട് പോരി. വെറുതെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ മുമ്പിൽ കിട്ടുന്നുണ്ട് ഒറ്റ ചവിട്ടാക്കിയാലോ. ഇവിടെ ഇങ്ങനെ ഒരു ആനപ്പിണ്ടി ഇവിടെ കിടക്കുമ്പോ വിശ്വാസമല്ലോ. എന്നാ പിന്നെ വിശ്വസിച്ചണ്ട. അവൾക്ക് വിശ്വാസല്ല. അത് ഇമ്മന്നെ പേടിച്ചിട്ട് പോണത്. ഇമ്മ നല്ലോണം പേടിച്ചിക്കണേ. ഇമ്മ പേടിച്ചാതെ ഇമ്മ താഴത്തേക്ക് ഇറങ്ങൂല. അതൊന്നല്ല പേടിണ്ട് ഇമ്മ. ഇങ്ങോട്ട് പോരി. ഞാൻ അവിടെ ചെന്നിട്ട് ഞാനിന്റെ ചവിട്ടുള്ള ഇങ്ങോട്ട് കയറി പോയി. അങ്ങാടിയിലല്ല ആനാന്ന്. ആനക്ക് അങ്ങാടിയും തോട്ടൊന്നുമില്ല. മാലിമേ പേടിച്ചിരിക്കുന്നു. നല്ല പേടിച്ച് ഞാൻ പേടിച്ചിക്കണ. ഇങ്ങനെ ഞാൻ കുപ്പിയില് ഇങ്ങോട്ടിനാക്കണ്ട. ആണെങ്കിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കൂല. നാട്ടുകാരെ തന്നെ ആ ചവിട്ടണ്ട. ഞാൻ വിശ്വസിക്കൂല. എന്നാ വിശ്വസിച്ചണ്ട. വലിയ ആന വലിയ നല്ല പണി ഇന്നത്തെ പണി ഫുള്ള് പണി ഫുള്ള് ഇന്ത്യ ഓളിയും പണിയാണ്. അഞ്ചല്ല ഇവര് അല്ല അമ്മമ്മ പറയുന്നത് ഞങ്ങളല്ല പറഞ്ഞോട്ടെ. ഇവര് പോയിട്ട് രാവിലെ പോയിക്കണേ. ആണോ വണ്ടിയൊക്കെ എങ്ങനെ മറിച്ചെടുക്ക നല്ല കടത്തിയിട്ടുള്ളൂ. ഇതെന്താ വണ്ടി മറിച്ചോ?
ഞാൻ ഒരു കുഴക്കും വൈകില്ലത് ഇത് ഒപ്പിച്ചാണെന്ന് വെച്ചറിയാലോ. മനസ്സിലായത് ഉമ്മ നല്ല പേടിച്ചു കണ്ടപ്പോഴേ മനസ്സിലാക്കി പറയില്ല ചാണക പശു ചാണകം കോരി കൊടുന്നതാ അപ്പൊ തിന്നാ ദഹിച്ചൂലേ ദഹിച്ചൂലേ പോ. ഓളോട് അപ്പളേ പറഞ്ഞ കുറച്ച് നല്ല ചാണകം കൂടിയിട്ട് മിക്സ് ആക്കാൻ. നല്ല ചാണകാണ്. പല്ലില്ലേ പജിന്? എന്താ പജ്ജിന് തയ്ക്കുന്നില്ലേ? എന്തോ തേനക്കാരൻ ആരോഗ്യാണ് അവിടുത്തെ പജ്ജ അവിടെ അയലോകത്തെ പീപ്പിൾസ് നല്ലോണം പേടിച്ചിക്കണേ നല്ല പേടിച്ചു താഴത്ത് പോയപ്പോ തന്നെ മനസ്സിലായി ഈ കാര്യം ഞാൻ പേടിച്ചിക്കണ് പേടിച്ചിക്കണ് ആ പേടിച്ചിന് മമ്മ പേടിച്ചിക്കണ് നല്ലോണം പേടിച്ചിന് മമ്മ പേടിച്ചാണ്ടമ്മയാണ്. അല്ല അമ്മായിനെ പറ്റിച്ചണം പറഞ്ഞ അത്രയും ചെയ്ത് അമ്മായിന്റെ ഞാൻ പേടിച്ചു. പക്ഷെ അത് കണ്ടിട്ട് ചാഴപ്പുണ്ടാന്ന് തോന്നിയിട്ടില്ല. എന്നാ പേടിയുണ്ട്. പേടി ഉണ്ടായിരുന്നു. വായ വെട്ടിട്ടാല് ആ കത്തിയായിട്ട് നിങ്ങള് ഞങ്ങള് പിന്നാലെ കൂടൂലേ? ഒരു വായം കജ്ജ് ഒടിച്ച് വായന്റെ ചീന്തി തിന്ന് പിലാവിന്റെ കൊമ്പ് ഒടിച്ച് തിന്ന് ഈ രണ്ടാന ഞാൻ ആ പിലാവിന്റെ കൊണ്ട് പോയി തുമ്പി എത്തുവാ ആ ചക്കക്ക്. ഈ രണ്ടാനയിൽ എന്തേലും എനിക്ക് ഇങ്ങളാണ് ഉറപ്പുണ്ടില്ലെങ്കിൽ ഇവര് ഒപ്പിച്ച രാവിലെ നിങ്ങള് വിചാരം മുന്നേ എന്തേലും കാരണം മുന്നണി കൂട്ടി ഇവര് ഒപ്പിച്ചാൽ നിങ്ങൾ രണ്ടാളും ഒപ്പിച്ചത് എന്തോ ഒരു ഔട്ട് നിങ്ങളെയാണ് ഉമ്മാക്കിടെ ഔട്ട്. കാരണം എന്നോട് താഴത്തുനിന്ന് പറഞ്ഞേ രാവിലെ പോയിക്കണോല്ലോ എങ്ങോട്ട് പോയത് ഇനിയാവും പറയാതെ പോയിക്കണം. ഞങ്ങള് പ്രൊമോഷൻ പോയതാണ് അല്ല ഞങ്ങൾ ഇതിന്റെ അടിക്ക് പോയതല്ല നിങ്ങൾ ചാരിട്ടുണ്ട് ഞങ്ങളെങ്ങനെ സുൽത്താൻ മടിക്കന്ന് തെങ്ങിനോ വായക്കട്ടോളി നല്ല ചാണകം. അത് ഇവിടെ ആവശ്യമുണ്ട്. കുറച്ചും കൂടി ഉണ്ട് അവിടെ ബക്കറ്റില് കൊറേ കോരി ബക്കറ്റ് കഴുകി വൃത്തിയാക്കിയേക്കണം. നിങ്ങൾ ആദ്യം പഠിച്ചില്ല അവിടുന്ന് ബക്കറ്റ് അമ്മായി ആദ്യം വേക്സിന് പൊന്നിച്ചൊരു ഇമ്മമ്മ നല്ല കൊള്ളക്കറി കളിച്ചേക്കണ്. ഇമ്മമ്മക്ക് ഫസ്റ്റ് ഒക്കെ നല്ല പേടിച്ചേ ഇങ്ങോട്ട് തെരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം. അതല്ല അതിന് അത് കോലം കണ്ടു കണ്ടിട്ട് അത് കണ്ട ആനപ്പിണ്ട് അങ്ങനെയല്ലോ മമ്മ നല്ല പേടിച്ചു മമ്മാന്റെ മുഖം മൊത്തത്തിൽ കിട്ടിയിട്ട് പിന്നെ അങ്ങനെ തന്നെയാണ്. ഞങ്ങള് വയനാട്ടിലേക്ക് പോയില്ലേ അപ്പൊ ഞാൻ ശരിക്കും നോക്കിയാണ് അതെങ്ങനെയാണ് ഇത്രയൊന്നല്ല പോയക്കാൻ കച്ചയുണ്ടല്ലേ എടി ആണിപ്പിണ്ടിട്ട് ഭയങ്കര വാട സ്മെല്ലാണ്. മറക്കണില്ല. കുറച്ച് മൂത്രം കണ്ടുകൂടൊക്കെ ഞാൻ നോക്കി ഞാൻ തന്നെ വലിച്ചോക്കെ മറിച്ചോനെ ഞാൻ തെറ്റിയാണോ ഉപ്പളാണ് അറിയിക്കണ മുന്നെയാണ് പറഞ്ഞ വേറെ ഒരാളോ എന്തോ അപ്പോത്തിന് വിളിച്ചു പോലൊക്കെ സെറ്റപ്പ് ആക്കി ചെക്കന്മാർക്ക്. ഏതായാലും പ്രായം കുറച്ചു നേരത്തിന് വട്ടം കറങ്ങി മമ്മി അമ്മായി പേടിക്കണം കൂടെ പറഞ്ഞപ്പോ ഞാൻ ഒരു കൊള്ളി എത്തിക്കണോ അങ്ങോട്ടൊക്കെ ആന നിക്കണേ ഞാൻ പറഞ്ഞിരിക്കണ അതാണ് മണക്കണ് 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 ഒരു ക്ലൂ ഓർക്കാൻ വന്നപ്പോ ഇങ്ങനെ മണക്കണ് പോയപ്പോഴേ മണക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ട് മൈൻഡപ്പ് ആക്കിയാണ്. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം.